നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു വാർത്തയിലേക്കാണ് നാം ഇപ്പോൾ നോക്കുന്നത്. വെനസ്വേലയിൽ ഇന്ന് പുലർച്ചെ അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസ് ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ ആക്രമണം നടന്നത്. വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം. ഇന്ന് 2026 ജനുവരി 3 ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് കാരക്കാസ് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് വൻ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഏകദേശം 7 പ്രബലമായ സ്ഫോടനങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നഗരത്തിന് മുകളിലൂടെ താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. കാരക്കാസിലെ പ്രശസ്തമായ സൈനിക താവളങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. വെനസ്വേലൻ സർക്കാർ ഇതിനെ സാമ്രാജ്യത്വ അധിനിവേശം എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾക്കും സാധാരണക്കാരുടെ ഇടങ്ങൾക്കും നേരെയാണ് ആക്രമണം നടന്നതെന്ന് നിക്കോളാസ് മഡുറോയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആരോപിച്ചു. ഇതിനെതിരെ തെരുവിലിറങ്ങാൻ മഡുറോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ ആക്രമണത്തിന് ഉത്തരവിട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വെനസ്വേല കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് കടത്ത് തടയുന്നതിനും മഡുറോ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമാണ് ഈ സൈനിക നീക്കമെന്നാണ് US പക്ഷം നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാസങ്ങളിൽ കരീബിയൻ കടലിൽ വെനസ്വേലൻ ബോട്ടുകൾക്ക് നേരെ അമേരിക്ക പലതവണ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും തലസ്ഥാന നഗരിയിൽ നേരിട്ട് ബോംബാക്രമണം നടത്തുന്നത് ഇതാദ്യമാണ്. ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അയൽരാജ്യമായ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇതിനെ അപലപിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയുടെ എണ്ണസമ്പത്ത് കൈക്കലാക്കാനുള്ള ശ്രമമാണിതെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുമ്പോൾ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനാണ് US നീക്കമെന്ന് മറുപക്ഷം വാദിക്കുന്നു. നിലവിൽ കാരക്കാസ് നഗരം കനത്ത പുകയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. US വാണിജ്യ വിമാനങ്ങൾക്ക് വെനസ്വേലൻ വ്യോമപാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം പടരാതിരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ലോകരാജ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.